ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ രാജപദവിക്ക് വേണ്ടി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ദാവീദ് രാജാവിന്റെ മക്കൾ തന്നെ മത്സരിച്ച് അതിൽ കൊല്ലപ്പെടുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അക്രമം, ദുരുപയോഗം, വിശ്വാസവഞ്ചന, മരണം എന്നിവയുടെ ദാരുണമായ ഒരു ബൈബിൾ സംഭവത്തെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. അതിൽ ദാവീദിന്റെ മക്കളുടെ ആഗ്രഹം കാരണം അത് അവരെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം. ദാവീദിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള 2ാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ. ആദ്യ എപ്പിസോഡ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് ഇടാം, കാണാത്തവർ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. താമാറിന്റെയും അവളുടെ സഹോദരൻ അബ്ശലോമിന്റെയും അമ്നോന്റെയും സംഭവകഥ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ശമൂവേലിന്റെ 2ാമത്തെ പുസ്തകത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നാടകീയവും ദാരുണമായ സംഭവങ്ങളിൽ ഒന്നാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത ആഗ്രഹം നമ്മെ എത്രമാത്രം നശിപ്പിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ സംഭവം. ദാവീദ് രാജാവിന്റെ മകൻ അമ്നോൻ അതേ ദാവീദ് രാജാവിന്റെ മകളായ അമ്നോന് പകുതി സഹോദരിയായ താമാറിനോട് വല്ലാത്ത ഇഷ്ടം തോന്നി. ആ രാജ്യത്ത് അവളെപ്പോലൊരു സുന്ദരി വേറെ ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് കല്യാണം കഴിയാത്ത രാജാവിന്റെ പെൺമക്കൾക്ക് സെക്യൂരിറ്റി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞവർക്ക് എങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ കല്യാണം കഴിയാത്ത രാജാവിന്റെ പെൺമക്കൾക്ക് ഭയങ്കര സുരക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്നോന് അവളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ അവളോട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ ആലോചിച്ച് അവന് വയ്യാതായി. അവൻ നന്നായി ക്ഷീണിച്ചു. ഇത് കണ്ട യോനാദാബ് എന്ന കൂട്ടുകാരൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് രോഗം പിടിച്ച് കിടക്കുന്നത് പോലെ കിടക്ക്. എന്നിട്ട് അപ്പൻ വന്ന് നിന്നെ കാണുന്ന സമയത്ത് താമാറിനെ എനിക്ക് പാചകം ചെയ്തു തരാനായിട്ട് അയക്കണം എന്ന് ചോദിക്ക്. അവൾ വരുമ്പോൾ നിനക്ക് എന്താണോ ആഗ്രഹം അത് തീർത്തേക്കെന്ന് ആലോചന പറഞ്ഞു കൊടുത്തു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂട്ടുകെട്ട് ആരോട് കൂടെയാണ് എന്നത് ചിന്തിക്കണം. നാമും ഇവിടെ പറയാറുണ്ടല്ലോ, ഒരുത്തന്റെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അവന്റെ കൂട്ടുകാരെ കണ്ടാൽ മതി എന്ന്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ട് ആരുടെ കൂടെയാണോ അതായി തന്നെ നമ്മൾ മാറും. 1 കൊരിന്ത്യർ 15:33 ഇങ്ങനെ പറയുന്നു, ചീത്ത കൂട്ടുകെട്ട് ധാർമ്മികതയെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ സദൃശവാക്യം 19:20 ഇങ്ങനെ പറയുന്നു, ഉപദേശം ശ്രദ്ധിക്കുകയും ശിക്ഷണം അംഗീകരിക്കുകയും ചെയ്യുക. അങ്ങനെ ശിഷ്ടകാലം നിങ്ങൾക്ക് ജ്ഞാനിയായി ജീവിക്കാൻ കഴിയും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കുക. ഭാവിയിൽ അത് ഗുണം ചെയ്യും. ഇനി കഥയിലേക്ക് വരാം. ഒരു ദിവസം അവന് അസുഖം പിടിച്ചതുപോലെ അവൻ നടിച്ചു. അങ്ങനെ അവന്റെ അപ്പനായ ദാവീദ് രാജാവ് അവന് എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ സമയത്ത് അമ്നോൻ, എനിക്ക് എൻ്റെ സഹോദരിയായ താമാർ ഇവിടെ വന്ന് എന്നെ ശുശ്രൂഷിച്ച് ഭക്ഷണം പാചകം ചെയ്ത് തരാനായിട്ട് അവളോട് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് താമാറിനോട് പറഞ്ഞു, അവൻ എൻ്റെ സഹോദരനല്ലേ എന്ന് വിചാരിച്ച് നല്ല സന്തോഷത്തോടെ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവൾ വന്നു. സഹോദരൻ്റെ അടുത്ത് വരുമ്പോൾ എന്തിനാ പേടിക്കേണ്ടത് അല്ലേ? പക്ഷേ അവൻ്റെ ഉള്ളിലെ മൃഗം അവൾ മനസ്സിലാക്കിയില്ല. നന്നായി പാചകം ചെയ്ത് അവന് കൊടുത്തു. അവൾ വന്നവന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തപ്പോൾ അവൻ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം താ എന്ന്. അങ്ങനെ അവൾ അടുത്ത് ചെന്നപ്പോൾ സാഹചര്യം മുതലെടുത്ത് അവളെ നശിപ്പിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് ഒരുപാട് കരഞ്ഞു. ഇസ്രായേലിൽ ഇതുപോലെ ഒരിടത്തും നടന്നിട്ടില്ല, നടക്കത്തില്ല. എന്നെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് ഒരുപാട് കരഞ്ഞു. ഇനി അങ്ങനെ വേണമെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിച്ച് തരാനായിട്ട് അപ്പനോട് പറ. അപ്പൻ ചെയ്തു തരാതിരിക്കില്ല എന്ന് ഒരുപാട് പറഞ്ഞു. പക്ഷേ അമ്നോൻ ഒന്നും കേട്ടില്ല. താമാർ എന്നോട് അങ്ങനൊന്നും ചെയ്യല്ലേ എന്ന് അപേക്ഷിച്ച് സർവ്വശക്തിയും എടുത്ത് തടയാൻ ശ്രമിച്ചു. അവൾ പറയുന്നത് ഒന്നും കേൾക്കാതെ അവൻ അവൾക്ക് അനാദരവ് വരുത്തി. ഈ ഭയാനകമായ സംഭവത്തെ അഭിമുഖീകരിച്ച താമാറിന്റെ വേദനയും കഷ്ടപ്പാടും ബൈബിളിൽ 2 ശമൂവേലിന്റെ പുസ്തകം 13 വിവരിക്കുന്നുണ്ട്. താമാർ തകർന്നുപോയി. ശാരീരികമായി മാത്രമല്ല, മാനസികമായി അവൾക്കുണ്ടായ മുറിവുകൾ അവളുടെ ജീവിതകാലം മുഴുവൻ നിലനിന്നു. അതിനുശേഷം പെട്ടെന്ന് അമ്നോന് താമാറിനോട് അറപ്പ് തോന്നി. അതുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ അവളോട് കൽപ്പിച്ചു. അത് കേട്ടിട്ട് അവൾ വല്ലാതെ വേദനിച്ചു. അവൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. അത് കേൾക്കാതെ അവളെ പുറത്തിട്ട് വാതിൽ അടച്ചു കളഞ്ഞു. അവിടുത്തെ രാജകുമാരികളായ കന്യകമാർ നല്ല കളറുള്ള, നല്ല നീട്ടമുള്ള നിലങ്കിയാണ് ഇടാറുള്ളത്. അതാണ് അവൾ ഇട്ടിരുന്നത്. പുറത്താക്കി വാതിൽ അടച്ച ഉടനെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് കീറി അവളുടെ തലയിൽ പൊടി വാരിയിട്ട് അവൾ കരഞ്ഞുകൊണ്ട് ഓടി. അങ്ങനെ ദേശം മൊത്തം അറിഞ്ഞു. അന്നത്തെ കാലത്ത് ഒരുത്തൻ കല്യാണം കഴിക്കാത്ത ഒരാളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് 22:16-17 ആവർത്തനം 22:28-29 പറയുന്നതനുസരിച്ച് ആരാണോ കാരണക്കാരൻ അവൻ ആ കുടുംബത്തിന് സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം. അതും ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ അന്നത്തെ നിയമം. എന്നാൽ ഇതൊന്നും അവിടെ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് സത്യം പറഞ്ഞ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞ പ്രവചനം പോലെ തന്നെയായി. നിന്റെ ഗൃഹത്തിൽ നിന്ന് തന്നെ നിനക്ക് അനർത്ഥം വരും. അതിന്റെ തുടക്കമായിരുന്നു ഈ സംഭവം. ദാവീദ് ഈ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് പോലും എടുത്തില്ല എന്നുള്ളതാണ് സത്യം. നാമും നമ്മുടെ കുഞ്ഞുങ്ങളിൽ തെറ്റ് കണ്ട
അത് പറഞ്ഞു കൊടുത്ത് അതിനെ തിരുത്തി തെറ്റിനെ മുളയിൽ തന്നെ നുള്ളിയെടുക്കുക. എങ്കിൽ മക്കൾ നന്നായിട്ട് വളരും. മക്കളെ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറും, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇനി പറയാൻ പോകുന്നത്. താമാറിനെ അവളുടെ സ്വന്തം സഹോദരൻ ആശ്വസിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ തന്നെ പാർത്തു. നല്ല സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നടന്ന താമാർ ഇപ്പോൾ വേദനയുടെയും അപമാനത്തിൻ്റെയും സങ്കടക്കടലിൽ മുങ്ങിത്താണു. ഈ വാർത്ത രാജ്യത്തുള്ള എല്ലാവരും അറിഞ്ഞു. എന്ത് സംഭവിച്ചു എന്ന് ആൾക്കാർ സംശയിച്ചു. അതിനുശേഷം എല്ലാവരും താമാറിനെ വേറൊരു നോട്ടത്തിൽ കാണാൻ തുടങ്ങി. സംഭവം അറിഞ്ഞപ്പോൾ ദാവീദ് രാജാവിന് ഒരുപാട് ദേഷ്യം തോന്നി. എന്നാലും അമ്നോനെതിരെ ശിക്ഷാ നടപടികൾ ഒന്നും തന്നെ എടുത്തില്ല. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ദാവീദ് തൻ്റെ കുടുംബത്തിനുള്ളിൽ നീതി നടപ്പാക്കാനുള്ള കഴിവില്ലായ്മയെ കാണിക്കുന്നു. അല്ലെങ്കിൽ രാജാവിൻ്റെ കുടുംബമല്ലേ, നിയമം മാറ്റാൻ കഴിവുണ്ടല്ലോ. സ്വന്തം മോനു വേണ്ടി നിയമങ്ങൾ പോലും മാറ്റിക്കാണും. ഇതിനകത്ത് കഷ്ടപ്പെട്ടത് മുഴുവൻ താമാറാണ്. താമാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള വാർത്ത ദാവീദിന്റെ രണ്ടാമത്തെ മകനായ അബ്ശലോമിന്റെ ചെവിയിലെത്തിയപ്പോൾ അവന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ തോന്നി. അതിനകത്തുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പനായ ദാവീദ് പോലും ഈ കാര്യത്തിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ട് പിന്നെയും ദേഷ്യം ആളിക്കത്തി. അപ്പോൾ നീതി പരാജയപ്പെട്ടു എന്നും ഇനി നീതി കിട്ടില്ല എന്നും മനസ്സിലാക്കിയ അബ്ശലോം വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അബ്ശലോം അവന്റെ ശാരീരിക സൗന്ദര്യത്തിന് പേര് കേട്ടവനാണ്. ശമൂവേലിന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ 14 അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ അബ്ശലോമിന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടി വരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു. അവൻ തൻ്റെ മുടി ആണ്ടുതോറും കത്തിരിച്ചു കളയും. തനിക്ക് ഭാരമായി ഇരിക്കാലത്രേ കത്തിരിച്ചത്. അവൻ്റെ തലമുടി കത്തിരിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അവൻ വർഷത്തോറും വെട്ടിക്കളയുന്ന മുടിയുടെ ഭാരം എത്രയാണെന്നറിയാവോ? രാജതൂക്കത്തിന് 200 ശേക്കൽ. അതായത് നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ ഏകദേശം 1.25 കിലോ. എന്താ അല്ലേ? എന്നിരുന്നാലും ദാരുണമായ ഈ സംഭവം അബ്ശലോമിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. കുറ്റവാളിയായ അമ്നോനെതിരെ പ്രതികാരം ചെയ്യാൻ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ദേഷ്യത്തിൽ ഉടനെ ഒന്നും ചെയ്തില്ല. നല്ലൊരു തക്കം നോക്കി അബ്ശലോം കാത്തിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷം അബ്ശലോമിന്റെ ആടുകളെ കത്തിരിക്കുന്ന അടിയന്തരം വന്നു. അത് ആഘോഷിക്കാനായിട്ട് അവന്റെ സഹോദരന്മാരെ, അതായത് രാജകുമാരന്മാർ എല്ലാവരെയും വിളിച്ചു. അതിൻ്റെ കൂടെ അമ്നോനെയും വിളിച്ചു. ആടുകളെ കത്തിരിക്കുന്ന അടിയന്തരം അവിടെ ഒരു വലിയ ഉത്സവം പോലെയാണ്. നന്നായിട്ട് ആഘോഷിക്കും, നന്നായിട്ട് ഇറച്ചി കഴിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് വീഞ്ഞു കുടിച്ച് ലഹരി പിടിക്കും. ഈ ഒരു വിരുന്നിൽ അമ്നോനും വന്നു ചേർന്നു. പുറത്ത് ആ ദേഷ്യം കാണിക്കാതെ സന്തോഷത്തോടെ അവനെ വിരുന്നിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ വിരുന്ന് ആരംഭിച്ചു. അബ്ശലോം അവന്റെ ദാസന്മാരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്നോൻ നന്നായി വീഞ്ഞു കുടിച്ച് മത്താകുമ്പോൾ അവനെ അടിച്ചു കൊല്ലണം എന്ന്. സത്യം പറഞ്ഞ അമ്നോൻ ഈ ആഘോഷത്തിന് പോയത് തന്നെ പഴയ ദേഷ്യം എല്ലാം മറന്ന് പിന്നെയും ചേട്ടൻ അനിയന്മാരായി ഒരുമിച്ച് സന്തോഷത്തോടെ പോകാം എന്ന് വിചാരിച്ചാണ്. അബ്ശലോമും അമ്നോനും ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പഴയ എല്ലാ പ്രശ്നങ്ങളും അവർ മറന്നു എന്ന് എല്ലാവരും വിചാരിച്ച് നല്ല സ്വാതന്ത്ര്യത്തോടെ വീഞ്ഞു കുടിച്ച് മത്തായി. അവർ നന്നായി മത്തുപിടിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ അബ്ശലോം ആളുകൾക്ക് കണ്ണു കാണിച്ചു. അവർ ഓടി വന്ന് അമ്നോനെ അടിച്ചു കൊന്നു. അതുവരെ സന്തോഷത്തിന്റെ ആഹ്ലാദം കേട്ട സ്ഥലത്ത് ഭയന്നുള്ള നിലവിളി ഉയരാൻ തുടങ്ങി. ഇത് കണ്ട് ഞെട്ടിപ്പോയ ബാക്കി രാജകുമാരന്മാർ എല്ലാവരും ആ സ്ഥലം വിട്ട് ഓടി രക്ഷപ്പെട്ടു. അബ്ശലോം ബാക്കി ആരെയും ഒന്നും ചെയ്തില്ല. ഈ അമ്നോനെ മാത്രമേ കൊന്നുള്ളൂ. അങ്ങനെ 2 വർഷമായി അടക്കി വെച്ചിരുന്ന അവന്റെ സകല ദേഷ്യവും അവൻ അന്ന് തീർത്തു. കൊന്നതിനു ശേഷം അവൻ ഗെഷൂറിലേക്ക് ഓടിപ്പോയി. ഒരു സമയത്ത് നല്ല സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചിരുന്നു, നല്ല കുടുംബമായിരുന്നു. ഇപ്പോ നാഥാൻ പ്രവാചകൻ പറഞ്ഞതുപോലെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവിടെ നിൽക്കുന്നില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അബ്ശലോമിനും ദാവീദ് താക്കീത് കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അബ്ശലോമിന് ചെയ്ത കാര്യത്തിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് നന്നായിട്ട് അറിയായിരുന്നു. ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവന് മരണം ഉറപ്പാണ് എന്നും ഇനി ഒരിക്കലും അപ്പനുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെടാനോ സാധിക്കില്ല എന്നുള്ളത് അവന് നന്നായിട്ട് അറിയായിരുന്നു. അതിനുശേഷം അവൻ യെരുശലേമിൽ താമസിച്ചില്ല. നല്ല സുഖമായി ജീവിച്ച് യെരുശലേമിലെ ജീവിതം വിട്ട് അവൻ ഗെഷൂറിലേക്ക് ഓടിപ്പോയി. ഈ ഒരു തീരുമാനം അവന്റെ ഈ ഒരു അവസ്ഥ കാരണം എടുത്ത തീരുമാനമല്ല. അബ്ശലോമിന്റെ മനസ്സിൽ വേറെ ചില പദ്ധതികൾ കൂടി ഉണ്ടായിരുന്നു. അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. പക്ഷേ പാവം താമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ദാരുണമായ സംഭവത്തിന് ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. മരണം വരെ അവളുടെ ചേട്ടനായ അബ്ശലോമിന്റെ സംരക്ഷണത്തിൽ തന്നെ ജീവിച്ചു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തന്റെ ജീവിതത്തിലുണ്ടായ ആ സംഭവം കാരണം ഭയന്ന അവൾ പിന്നീട് വിവാഹം കഴിച്ചതായിട്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടായതായിട്ടോ ഒരു സ്ഥലത്തും പറയുന്നില്ല. അവൾ ഒറ്റയ്ക്ക് ദുഃഖത്തിൽ പൊതിയപ്പെട്ട ഒരു വ്യക്തിയായി ജീവിച്ചു.
ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.